എന്താണ് റുട്ടീൻ ന്യൂ ബോൺ സ്ക്രീൻസ്? നോർമലായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് 48 അവേഴ്സ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ മഞ്ഞപ്പിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. മഞ്ഞപ്പ് എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും വരുന്നതാണ്. കുഞ്ഞിൻ്റെ ഫീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടം വരെ മഞ്ഞപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഇൻകമ്പാറ്റബിലിറ്റി ഒക്കെ ഉള്ളപ്പോഴത്തേക്കും മഞ്ഞപ്പ് വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ആൻഡ് ഫീഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയില്ല വെച്ചാൽ ഡീഹൈഡ്രേഷൻ കാരണം മഞ്ഞപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 48 അവേഴ്സ് കഴിയുമ്പോൾ ബിൽറൂട്ടിൻ ചെയ്ത് നോക്കുന്നു. കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാ ന്യൂബോൺസിനും നമ്മൾ തൈറോയ്ഡ് സ്ക്രീൻസും ചെയ്ത് നോക്കുന്നതായിരിക്കും. അവരുടെ കണ്ണിൻ്റെ റെഡ് റിഫ്ലെക്സ്, ബിക്കോസ് നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യങ്ങൾ നോക്കുന്നതാണ്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ കാർഡിയാക് സ്ക്രീൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളിലും നമ്മൾ അവരുടെ ഹൃദയത്തിൻ്റെ ഇത് നോർമലാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബ്ലഡിൻ്റെ സാച്ചുറേഷൻ പ്രീ ഡക്ടൽ ആൻഡ് പോസ്റ്റ് ഡക്ടൽ, അതായത് കയ്യിലെയും കാലിലെയും സാച്ചുറേഷനൊക്കെ ഈക്വൽ അല്ലേ നമ്മൾ ഉറപ്പുവരുത്തുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അമ്മ കംഫർട്ടബിൾ അല്ലേ, ഫീഡ് കുഞ്ഞിന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ടല്ലോ, കുഞ്ഞിന് ഷുഗറൊന്നും കുറഞ്ഞു പോകുന്നില്ല, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേബി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നവജാത ശിശു പരിചരണം, ഇതെല്ലാം അമ്മയെ അത്യാവശ്യം ട്രെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ലാക്ടേഷൻ കൺസൾട്ടൻറ്റ് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക.